ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം ശ്രവിച്ച് നമ്മുടെ ജീവിതങ്ങളെല്ലാം ക്രമീകരിച്ച് ഈ ആഴ്ച നമ്മളിവിടെ വചനം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 20-ാം തിരുവചനം, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്, എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അത് സ്നേഹത്തിൻ്റെ അടയാളമായിരുന്നു. പുത്രൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. സ്നേഹത്തിൻ്റെ അടയാളമായവൻ മനുഷ്യൻ്റെ പാദങ്ങൾ കഴുകി താൻ സ്നേഹമാണെന്ന് പ്രവൃത്തിയിലൂടെ പൂർത്തീകരിച്ചു. നിങ്ങൾ സ്നേഹിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തൻ്റെ ജീവൻ നൽകി അവൻ നമ്മെ സ്നേഹിച്ചു. കുരിശിൽ മരിച്ച് ജീവരക്തം ചിന്തി പിതാവിൻ്റെ സ്നേഹം ഇതാണ് എന്ന് നമ്മെ ഓരോരുത്തരെയും ഈശോ പഠിപ്പിക്കുക. വീണ്ടും പുനരുദ്ധാനം ചെയ്ത് നിത്യവും പിതാവിൻ്റെ സ്നേഹമുണ്ട്, ഒരിക്കലും ആരെയും തള്ളിക്കളയുകയില്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തി നമ്മോടൊത്തായിരിക്കുക. നിത്യമായ സ്നേഹമായി അവൻ മാറി. നമ്മൾ ഈ ആഴ്ച ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈ മേഖലകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കുകയും അനുഗ്രഹമാക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം ഈ ശുശ്രൂഷയിലൂടെ നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. ഈ ആഴ്ച നടക്കുന്ന ഈ ധ്യാനത്തിൽ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. വചനം നമ്മിൽ നിറയട്ടെ. കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതങ്ങളെ ജ്വലിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നീ ഇതുവരെയും നിൻ്റെ അപ്പനും അമ്മയെയും പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. നീ നിൻ്റെ അപ്പനും അമ്മയും അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ദൈവത്തിൻ്റെ പദ്ധതിയാണ് അപ്പനും അമ്മയും. അത് നമ്മൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അതേ തുടർന്ന് പിന്നീട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ദൈവപദ്ധതി നമുക്ക് സ്വീകരിക്കാൻ പറ്റിയല്ല. അത് നമുക്ക് അവിടെ കാരണം ആദ്യത്തെ തന്നെ നമ്മൾ സ്വീകരിച്ചിട്ടില്ല. ഹല്ലേലൂയ. അപ്പനെയും അമ്മയെയും അത് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ പദ്ധതിയാണ് നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ. നമുക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? കാരണം അവരെ നമ്മളല്ല തിരഞ്ഞെടുത്തത്. ദൈവം തിരഞ്ഞെടുത്ത് നമുക്ക് സഹോദരനായി, അനുജനായി, ചേട്ടനായി, പെങ്ങളായി തന്നതാണ്. നമുക്കവിടെ ഒരു കയ്യുമില്ല. നമ്മളോട് ദൈവം ചോദിച്ചില്ല, ഇത് നിനക്ക് പെങ്ങളായിട്ട് ഈ വ്യക്തി ഇരുന്നോട്ടെ, സഹോദരനായിട്ട് ഇരുന്നോട്ടെ എന്നൊന്നും നമ്മൾ ചോദിച്ചില്ല. സ്വർഗത്തിലെ ദൈവത്തിന് തീരുമാനമാണത്. ഹല്ലേലൂയ. അതുപോലെ തന്നെ
നമ്മൾ ഓരോരുത്തരും പിറന്ന കുടുംബം. നീ ഏത് കുടുംബത്തിൽ ജനിക്കണമെന്ന് നീയല്ല തീരുമാനിച്ചത്. പിന്നെ ആരാ തീരുമാനിച്ചത്? ദൈവം തീരുമാനിച്ചത്. ഹല്ലേലൂയ. അപ്പം ഇത് മൂന്നും നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട ദൈവ പദ്ധതിയാണ്. നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ, പിന്നെ നമ്മൾ പിറന്ന കുടുംബം. ഇത്രയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യുവാൻ, അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? യേശു ആരാകുമെന്ന് ചോദിച്ചാൽ നമ്മളെന്ത് പറയും? യോഹന്നാൻ 14:6 വഴിയും സത്യവും ജീവനും ഞാൻ തന്നെ. പിതാവിങ്കിലേക്കുള്ള വഴി ഞാനാണ്, ദൈവത്തെക്കുറിച്ചുള്ള സത്യം ഞാനാണ്, വഴിയും സത്യവും ജീവനും ഞാനാണ്. ഹല്ലേലൂയ. പെസഹ വ്യാഴാഴ്ചത്തെ ഒരു പാട്ടുണ്ട്. ഞാനാണു നിങ്ങൾക്കു സത്യം, ഞാനാണു നിങ്ങൾക്കു ജീവൻ, ഞാനാണു നിങ്ങൾക്കു മാർഗം, നേരായ കൈവല്യമാർഗം, മറ്റുള്ള മാർഗങ്ങളൊന്നും സ്വർഗത്തു ചെന്നെത്തുകില്ല. ഞാനാണ് നിങ്ങൾക്ക് സത്യം, നിങ്ങൾ വിശ്വസിക്കേണ്ട സത്യം ഞാനാണ്. യേശു പറയാണ് യോഹന്നാൻ 14:6 ഞാനാണ് നിങ്ങൾക്ക് സത്യം, ഞാനാണ് നിങ്ങൾക്ക് ജീവൻ. സകല മനുഷ്യരോടും പറയുന്ന ഞാനാണ് നിങ്ങൾക്ക് മാർഗം, സ്വർഗത്തിലേക്കുള്ള നിത്യജീവനിലേക്കുള്ള മാർഗം ഞാനാണ്. മറ്റുള്ള മാർഗങ്ങളൊന്നും സ്വർഗത്ത് ചെന്നെത്തുകയില്ല. യോഹന്നാൻ്റെ 8:12 പറയുന്നുണ്ട്, ലോകത്തിൻ്റെ പ്രകാശം ഞാനാകുന്നു. നമ്മൾ നോക്കുമ്പോൾ സൂര്യൻ ഉദിക്കുമ്പം ലോകത്തിൻ്റെ പ്രകാശം ആരാ? സൂര്യനല്ലേ? ഈശോ പറയാ ഇതൊന്നും പ്രകാശമല്ല, ആത്മാവിനെ വെളിച്ചം കൊടുക്കുന്ന പ്രകാശമാണ്. നമ്മുടെ ആന്തരിക മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന ആ പ്രകാശം, അത് ഞാനാണ്. ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം. ഹല്ലേലൂയ. എൻ്റെ പേര് നെൽസൺ, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. നടന്ന ആക്സിഡൻറ്റ് പറ്റിയിട്ട് നന്നായിട്ട് നടുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അതിപ്പോൾ ഈ രോഗശാന്തി സമയത്താണ് എനിക്ക് ആ നടുവേദന മാറി കിട്ടി. ശരിക്കും 8 വർഷത്തോളം ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതാണ്. അതുപോലെ കുമ്പസാരത്തിൻ്റെ ഇടയിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ഈ ധ്യാനത്തിനെ കുറിച്ച്. പക്ഷേ കുമ്പസാരത്തിൻ്റെ ഇടയിൽ ഞാനിത് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കുറിച്ച് പറഞ്ഞു. പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ടൊരു ഉൾവിളി, നല്ലൊരു ബോധ്യവും ഉണ്ടായി. അതിനുശേഷമാണ് ഞാൻ കൂടുതൽ ആത്മാർത്ഥമായിട്ട് ഈ ധ്യാനത്തിനെ ഞാൻ സമീപിക്കുകയും അത് എൻ്റെ ജീവിതത്തിൽ നല്ലൊരു വ്യത്യസ്തമായ അനുഭവം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിച്ചു. 5 കാര്യങ്ങൾ. എന്താണ് ഈ വചനത്തിലൂടെ കർത്താവ് പറഞ്ഞ 5 കാര്യങ്ങൾ? ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി സ്നേഹം എന്തോരം കൊടുത്താലും, 2 അംഗീകാരം എന്തോരം കൊടുത്താൽ, 3 പ്രോത്സാഹനം എന്തോരം കൊടുത്താൽ, 4 അഭിനന്ദനം എന്തോരം കൊടുത്താൽ, 5 നല്ല വാക്കുകൾ എന്തോരം കൊടുത്താലും പോരാ എന്ന് ചിന്തിച്ച് കൊടുക്കാൻ മത്സരിക്കണം. കൊടുക്കാൻ മത്സരിക്കുന്ന ഭാര്യ ഭർത്തൃ ബന്ധം, ഈ ബന്ധത്തിൽ ഒരിക്കലും കിട്ടിയില്ല എന്ന പരാതി ഉണ്ടായാല. ഇന്ന് ഏത് പ്രശ്നമുള്ള ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്കോ അവർക്ക് പറയാനുള്ളത് കിട്ടുന്നില്ല എന്നതിൻ്റെ കണക്കാണ്. ഭാര്യനെ ഭർത്താവിനെ കർത്താവ് കൂട്ടിയോജിപ്പിച്ചത് കിട്ടാൻ വേണ്ടിയിട്ടല്ല, കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തോരം കൊടുക്കണം? ഈശോ കൊടുത്തത്രയും കൊടുക്കണം. ഈശോ എന്തോരം കൊടുത്തു? അവസാനത്തുള്ള രക്തം പോലും കൊടുത്തു. അതിനാൽ ഈ കൊടുക്കലാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ ഏറ്റവും വലിയ വളർച്ച എന്ന് മനസ്സിലാക്കി ഈ കൊടുക്കുന്ന മനോഭാവം വളരുമ്പോൾ ദാമ്പത്യ ജീവിതം വളരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പേര് ദീപ. ഞാൻ UAE വർക്ക് ചെയ്യുന്നു. ഇപ്പം ഞങ്ങൾ ഒരു ചെറിയ ബ്രേക്കിന് നാട്ടിൽ വന്നപ്പോഴാണ് ധ്യാനം കൂടാനായിട്ട് തീരുമാനിച്ചത്. വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു താമസിച്ചുള്ള ധ്യാനം കൂടുന്നത്. ഒത്തിരി ഒരു അനുഭവമായിട്ട് തോന്നി. വളരെയധികം ഒരു ആത്മീയ ഉണർവും, പിന്നെ നമ്മൾ കുറേ നാളുകളായിട്ട് നമ്മൾ കുളിക്കാണ്ട് നിന്നിട്ട് പിന്നെ കുളിക്കുമ്പോൾ ഉള്ളൊരു ഫ്രഷ്നെസ് ഉണ്ടാവുമല്ലോ,
അതുപോലെ ഒരു ഫ്രഷ്നെസ്സാണ് എനിക്ക് ഒരു ആത്മീയ ജീവിതത്തിൽ തോന്നിയത്. പലപ്പോഴും നമ്മൾ പുറം രാജ്യത്താവുമ്പോൾ നമുക്കിങ്ങനെ താമസിച്ചുള്ളൊരു ധ്യാനം കൂടുക എന്ന് പറയുന്നത് അത് പോസിബിൾ അല്ല. ധ്യാനങ്ങൾ വളരെയധികം ഉണ്ടാവുമെങ്കിലും താമസിച്ച് കൂടുന്ന ധ്യാനത്തിന് വളരെ ഒരു പ്രത്യേകത തന്നെയുണ്ട്. ഇതിൻ്റെ പുറകിൽ നമ്മൾ ഇതിനു വേണ്ടി ഒരുക്കുന്ന പ്രത്യേകിച്ച് ഡയറക്ടർ ഫാദർ ജോർജ് പനക്കൽ, ഫാദർ മാത്യു നായിക്കമ്പറമ്പിൽ, ടീം അംഗങ്ങൾ, അപ്പം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം തിരുവചനം. യോഹന്നാൻ 6:51. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ 2-3 കാര്യങ്ങളാണ് ഈശോ പറയുന്നത്. ആദ്യമായിട്ട് കർത്താവ് പറഞ്ഞ എന്താണ്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് ജീവൻ നൽകുന്ന അപ്പം അത് ഞാനാണ്, ഞാൻ ജീവന്റെ അപ്പമാണ് എന്ന് ഈശോ പറയുക. രണ്ടാമതായിട്ട് കർത്താവ് പറഞ്ഞു, ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവർ എന്നേക്കും ജീവിക്കും. എന്നേക്കും ജീവിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എന്നേക്കും ജീവിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ജീവനുള്ളവരായിരിക്കുക. അത് തന്നെ. നിങ്ങളെല്ലാവരും നന്നായി തന്നെ ഉത്തരം പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അവർക്ക് നിത്യജീവൻ ഉണ്ടായിരിക്കും. ആരാണോ ഈ അപ്പം ഭക്ഷിക്കുന്നത് അവർക്ക് എന്തുണ്ടായിരിക്കും? ഉറക്കെ പറ, നിത്യജീവൻ ഉണ്ടായിരിക്കും. മറിയമേ, നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ. മക്കളിൽ നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. ഭാഗ്യവിഹീനരെ നിത്യവും കാത്തിടാൻ കെൽപ്പഴും താങ്ങായി നിന്നേ. പുത്രനേൽപ്പിച്ചു ഭാരമതേറ്റ നീ ഞങ്ങളെ കാത്തിടണേ. എൻ്റെ പേര് ജോഷ്മി. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ ഒരുപാട് സങ്കടത്തോടെയാണ് ധ്യാനത്തിന് വന്നത്. പക്ഷേ ഇപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ശരിക്കും ഞാൻ ഈ ധ്യാനത്തിന് വരണമെന്നൊന്നും ഓർത്തതല്ല. നമ്മളെ മനസ്സിൽ ഒരാൾ തോന്നിക്കുമല്ലോ, അങ്ങനെ വന്നാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. ഇനി നമ്മളാരും കഴിഞ്ഞകാല ജീവിതത്തിലെ തെറ്റുകൾ ഓർത്ത് സങ്കടപ്പെടേണ്ടവരല്ല. അല്ലെ എന്തെങ്കിലും ഒരു വിപരീത അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അന്ന് ഞാൻ അങ്ങനെ ആ തെറ്റ് ചെയ്തുകൊണ്ട് ആയിരിക്കും ഇങ്ങനെ സംഭവിച്ചത്, അങ്ങനെ ഒന്ന് ചിന്തിക്കണ്ട. അങ്ങനെ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. മനുഷ്യൻ്റെ പാപം ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടത് ഓർക്കത്തില്ല. ബൈബിളിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് 3 രീതിയിലാണ് നമ്മൾ കാണുക. നമ്മൾ വിശ്വസിക്കുന്ന പിതാവ്, പുത്രൻ,
പരിശുദ്ധാത്മാവെന്ന ത്രിയേക ദൈവത്വത്തിലാണെങ്കിൽ, പഴയ നിയമത്തിലുടനീളം മനുഷ്യനെ സൃഷ്ടിച്ച് പരിപാലിച്ച് സ്വന്തമായി കണക്കാക്കി കൊണ്ടു നടക്കുന്ന ഒരു പിതാവിൻ്റെ സ്നേഹം ദർശിക്കാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ വായിക്കും, ദൈവം പറയുന്നതാ, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന്. എന്താണ് ദൈവത്തിൻ്റെ ഛായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 യോഹന്നാൻ 4:8 നമ്മൾ വായിക്കും, ദൈവം സ്നേഹമാണ് എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ഛായയിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിലാണ് ഞാനും നിങ്ങളും സൃഷ്ടിക്കപ്പെട്ടത്. എൻ്റെ പേര് ഹാർവി ഫ്രാൻസിസ്. ഞാൻ ചങ്ങനാശ്ശേരി സ്വദേശിയാണ്. ചങ്ങനാശ്ശേരി അതിരൂപത അംഗമാണ്. ഇപ്പോൾ UK ഇപ്സിച്ച് എന്നുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ സൺഡേ മുതൽ ഞാൻ ഇവിടുത്തെ ധ്യാനം കൂടുന്നതാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ 3 ദിവസം പനക്കിലച്ചൻ്റെ ക്ലാസ്സുകളുണ്ടായിരുന്നു. വളരെ പ്രയോജനം ചെയ്യുന്ന ക്ലാസ്സുകളായിരുന്നു അച്ഛൻ്റെ. എനിക്ക് സത്യത്തിൽ ഒരു മനുഷ്യരോട് ഭയങ്കര ദേഷ്യമുണ്ടായിരുന്നു. ആ മനുഷ്യനോടുള്ള ദേഷ്യവും ആ മനുഷ്യൻ കാരണം എനിക്ക് കുറേ നഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അച്ഛൻ പറഞ്ഞത് എന്നാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം യേശുക്രിസ്തുവിൻ്റെ കൈവശമുണ്ട്, അല്ല നഷ്ടപ്പെടുത്തിയവൻ്റെ കൈവശമല്ല എന്നുള്ള ആ ഒരു ക്ലാസ് വളരെയധികം എന്നെ സ്വാധീനിച്ചു. എനിക്ക് ആ മനുഷ്യനോടുള്ള ദേഷ്യമെല്ലാം പോവുകയും ചെയ്തു. ഇതോടുകൂടി നല്ല ധ്യാനമാണ്, ഒത്തിരി പേർക്ക് പ്രയോജനപ്പെടും ഇത്. അമ്മയുടെ ധാരണ ഞാൻ വെറുതെ നടക്കാമെന്നാണ്. ഞാനിങ്ങനെ വലിയ ഒരു സ്വപ്നത്തിലാണ് എന്നെ നടപ്പ്. ആ സ്വപ്നത്തിലൊരു കവിതയുണ്ട്, അന്യൻ്റെ ശബ്ദം സംഗീതം പോലെ ശ്രവിക്കപ്പെടുന്ന ഒരു കാലം വരും. പോട്ടെ, അതൊന്നും ഞാൻ പറയണില്ല. അത് ഞാൻ പഠിച്ചത്, എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ അവസാനം എന്ന് പറയണത് സോവിയറ്റ് യൂണിയനിലെ ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയിലാണ്. എൻ്റെ മാർക്ക് കൊണ്ട് കിട്ടിയതാണ്. എൻ്റെ പേര് ഷിബി. ഞാൻ കോട്ടയം പാലായിൽ നിന്നാണ് വരുന്നത്. ഒരാഴ്ചയായിട്ട് ഇപ്പോൾ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ധ്യാനം കൂടിയിട്ട് നല്ലൊരു ദൈവാനുഭവം ഉണ്ടായിട്ടുണ്ട്. മനസ്സിനൊക്കെ ഒരു സമാധാനമുണ്ട്. ഇവിടുത്തെ വചനമൊക്കെ നല്ല, മനസ്സിനെ എത്ര വിഷമത്തോടെ നമ്മൾ വന്നാലും നമ്മുടെ അതെല്ലാം മാറി നമ്മൾ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നൊരു അനുഭവമാണ് എപ്പോഴും ഇവിടെ ഉള്ളത്. ഒരുപാട് രോഗസൗഖ്യമൊക്കെ കിട്ടുന്നുണ്ട്. സൗഖ്യം കിട്ടിയതായിട്ട്, എനിക്കൊരു ഹാർട്ടിൻ്റെ വാൽവിന് പ്രശ്നമുള്ള ഒരാളാണ്. അച്ഛനിവിടെ ധ്യാനത്തിൽ വിളിച്ച് പറഞ്ഞിരുന്നു, വാൽവിന് അസുഖമുള്ള ഒരു മകളെ കർത്താവ് സുഖപ്പെടുത്തുന്നുവെന്ന്. അത് ഞാനാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഉറപ്പ് വേണം. കാരണം ഞാൻ ആരാ, നമ്മളൊക്കെ ആരാ, അതാ മാത്രം ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി പ്രിയപ്പെട്ടവർ. നമ്മൾ ആരാന്നൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. നമ്മളാരാ? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മളോർക്ക് ഞാൻ ഇത്രയെല്ലാം ഭാവവും വേണ്ടാതീനൊക്കെ കാണിച്ചിട്ട് ഞാനിപ്പോഴും ദൈവത്തിൻ്റെ മകളാണോ മകനാണോ? ആണ്. എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടോ എൻ്റെ പുണ്യപ്രവൃത്തികളുടെ ബാഹുല്യം കൊണ്ടോ ഒന്നുമല്ല ഞാനായത്. എന്നെ എൻ്റെ കർത്താവാക്കി വെച്ചിരിക്കുക. എൻ്റെ പേര് സാജൻ മാത്യു. ഞങ്ങളുടെ സ്വദേശം ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ടൈമാണ് ധ്യാനം കൂടാനായിട്ട് വരുന്നത്. ഞങ്ങൾക്കിവിടെ വന്നതിന് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് വന്ന നിയോഗം വളരെ ഭംഗിയായിട്ട് നടന്നു കിട്ടിയിട്ടുണ്ട്. ധ്യാനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അഭിഷേകം, കാര്യങ്ങൾ എല്ലാം ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും കിട്ടിയിരിക്കുന്നത്. കഴിയുന്നത്ര ആൾക്കാരെ ഇവിടെ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ, സത്യദൈവ സൂനുവിനെ നിത്യവും വാഴ്ത്തിട. കരങ്ങൾ നെഞ്ചോട് ചേർത്തി കണ്ണുകളടക്കിയ തളർവാതിരിയുടെ നോക്കി, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കാല് കഴുകിയ സ്ത്രീയെ നോക്കി പറഞ്ഞു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവൻ്റെ മുൻപിലായിരിക്കുക. ഒരു നിമിഷം ചിന്തിക്കുക. ഓരോ പാപത്തെ ഓർത്തും അനുതപിക്കുക.
താഴ്വാരം വിട്ട് മല കയറി ഏലിയ ദൈവത്തിൻ്റെ അഗ്നി ആത്മാവ് ഇറങ്ങി വരാൻ. ഈ ലോകമെന്ന താഴ്വാരം പാപം, ദുശീലങ്ങൾ, അശുദ്ധി, അനുസരണക്കേട്, വിശ്വാസക്കുറവ്, പ്രാർത്ഥനയില്ലായ്മ, വെറുപ്പ്, വൈരാഗ്യം, നിരാശ, ദുഃഖം, പാപക്കൂട്ടുകെട്ടുകൾ അനുഭവിക്കുക. തകർന്നു കിടന്ന ബലിപീഠം കേടുപോക്കി. ദൈവസ്നേഹബന്ധത്തിൻ്റെ ബലിപീഠം തകർന്നു കിടക്കുന്നെങ്കിൽ കേടുപോക്കണം. സഹോദര സ്നേഹബന്ധത്തിൻ്റെ ബലിപീഠം തകർന്നു കിടക്കുന്നെങ്കിൽ കേടുപോക്കണം. നിന്റെ ശരീരത്തിലെ പാപങ്ങളെ ഓർത്ത് നീ പശ്ചാത്തപിക്കണം. നിന്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ വേറെ ദൈവം നിനക്കുണ്ടാകരുത്. ദൈവത്തെക്കാൾ അധികമായി ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം വിശുദ്ധർക്ക്, വ്യക്തികൾക്ക്, പണത്തിന്, വിദ്യാഭ്യാസത്തിന്, പ്രത്യേക ശാസ്ത്രങ്ങൾക്ക്, സൗന്ദര്യത്തിന്, ആരോഗ്യത്തിന് ഒന്നിനും കൊടുക്കരുത്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ധ്യാനം കൂടി വചനം കേട്ട് നല്ലൊരു മാറ്റം നമ്മുടെ മനോഭാവത്തിലും കാഴ്ചപ്പാടും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്കുണ്ടായിരിക്കുകയാണ്. ഈശോ ചെയ്ത് കാണിച്ചെന്ന ഏറ്റവും വലിയൊരു സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 13-14 തിരുവചനം. ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം ഈശോ പറഞ്ഞു, ഞാൻ ചെയ്തതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവുമെന്നാണ് വിളിക്കുന്നത്. അത് ശരിയാണ്, അത് അർത്ഥവത്താണ്. നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. പാദം കഴുകുന്ന സ്നേഹം, ആ സ്നേഹം ഓരോ വ്യക്തിയെയും വലുതാക്കുന്ന സ്നേഹമാണ്, ശക്തിപ്പെടുന്ന സ്നേഹമാണ്, പുതിയൊരു മനോഭാവത്തിലേക്കും കാഴ്ചപ്പാടിലേക്കും കൊണ്ടുവരുന്ന സ്നേഹമാണ്. ഓർക്കുക, ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിൽ പാദം കഴുകുന്ന സ്നേഹത്തെ കൊടുക്കുമ്പോൾ, ഈശോ കാണിച്ചെന്ന മാതൃക സ്വീകരിക്കുമ്പോൾ, ഭാര്യയും ഭർത്താവും പരസ്പരം ഈ പാദം കഴുകുന്ന സ്നേഹത്തിൻ്റെ വില അറിയുമ്പോഴാണ് ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടുക. മാതാപിതാക്കന്മാരും മക്കളും ഈ പാദം കഴുകുന്ന സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കുമ്പോഴാണ് മക്കളെ മാതാപിതാക്കന്മാർക്ക് ചേർത്ത് പിടിക്കാൻ, മക്കൾക്ക് മാതാപിതാക്കന്മാരെ സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ ഒക്കെ സാധിക്കുന്നത്. അപ്പോൾ ഈശോ പറഞ്ഞു, ഞാനിത് ചെയ്തെങ്കിൽ നിങ്ങളും പരസ്പരം അങ്ങനെ ചെയ്യണം. നമുക്കറിയാം, പാദം നന്നായിട്ട് കഴുകണമെങ്കിൽ പാദത്തിൻ്റെ താഴെ എൻ്റെ കൈ വന്നാലേ എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയെ എനിക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ആ വ്യക്തി നിൽക്കുന്നതിൻ്റെ താഴെ എൻ്റെ പ്രവൃത്തി, ആ പ്രവൃത്തി എളിമയുടെ പ്രവൃത്തിയാണ്, ലാളിത്യത്തിൻ്റെ പ്രവൃത്തിയാണ്, ആ പ്രവൃത്തി സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഈശോ കുരിശിൽ കാണിച്ച ആ സ്നേഹത്തിൻ്റെ തീവ്രത, ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് കാണിച്ചെന്ന ആ എളിമയുടെ മാതൃക നമ്മുടെ ജീവിതത്തിലും നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ ജീവിതങ്ങളിലും നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മൾ ധ്യാനം കൂടിയതിൻ്റെയും വചനം കേട്ടതിൻ്റെയും പ്രാർത്ഥിച്ചതിൻ്റെ ഒക്കെ ഫലം നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നത്. ഈശോ കാണിച്ചു തന്ന മാതൃക, ഈശോ പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ ചൈതന്യം നമ്മുടെ ജീവിതത്തിലും നമ്മളിലൂടെ നമ്മുടെ കുടുംബത്തിലും എല്ലാ വ്യക്തികളും ഉണ്ടാകട്ടെ. അങ്ങനെ നമ്മളിലൂടെ അനേകം വ്യക്തികളെ ഇനിയുള്ള ഓരോ ആഴ്ചയിലും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ധ്യാനിക്കാനായിട്ട് പറഞ്ഞു വിടുന്നതിന് നമുക്ക് സാധിക്കട്ടെ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.